ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം ഇവിടെ നിന്നാണ് തുടങ്ങും. പി ഫയർ വർക്ക്സ് ചെമ്പിലുള്ളൊരു കട. അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബീച്ചിലെത്തിയപ്പോൾ അപ്പവും ടുട്ടും കൂടെ വീഡിയോ എടുത്ത് കളിക്കുക. അതെല്ലാം അറേഞ്ച് ചെയ്ത് 12 മണിയായപ്പോൾ നമ്മൾ പടക്കം കത്തിക്കാനായിട്ട് തിരി കൊളുത്തി. പക്ഷേ അത് പുകഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു എല്ലാം പാളിപ്പോയെന്ന്. അവിടെ ചുറ്റും ആളുകൾ നിൽപ്പുണ്ട്. അതിന് ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് മത്താപ്പ് കത്തിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കത്തിച്ചു നിന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. ബീച്ചിൽ ഞങ്ങൾ ആദ്യത്തെ ന്യൂ ഇയർ ആഘോഷമാണത്. അത് കഴിഞ്ഞ് അവിടെ നിറയെ ആളുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. 10 മത്താപ്പ് ഉണ്ടായിരുന്നു. നേരത്തെ വെച്ചതെല്ലാം ഞങ്ങൾ കത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചൈനീസോടൊക്കെ മേടിച്ച് അത് കത്താൻ തുടങ്ങി കേട്ടോ. അതിൻ്റെ സൈഡ് ഇത്തിരി എടുക്കാതെ വെച്ചത് കൊണ്ടാണ് അത് കത്തി വരാൻ താമസമെടുത്തത്. പക്ഷേ 12 മണിയായപ്പോൾ തന്നെ അത് കത്താൻ തുടങ്ങി. ഇതാണ് നമ്മുടെ അപ്പു. ഞങ്ങൾ ബീച്ചിൽ ചെന്ന് പരിചയപ്പെട്ടതാണ് അവിടെ. അപ്പവും ടുട്ടു അവർ രണ്ടുപേരും ഞങ്ങൾക്ക് നല്ല കൂട്ടാണ്. പിന്നെയും വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പു, സ്നേഹ, ഷെറിൻ, മാളു, പിള്ളേർ എല്ലാവരും ഉണ്ട്. എല്ലാവരും കമ്പിത്തിരിയും കത്തിക്കുന്ന ബഹളത്തിലും. എല്ലാവർക്കും ഓരോ 10 കൂട് കമ്പിത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോ കൂട് വെച്ച് ഞാൻ കൊടുത്തു. അവിടെ ബീച്ചിൽ വന്നവരും നമ്മളെ കൂടെ കൂടി കിട്ടും. അങ്ങനെ എല്ലാവരും കൂടെ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അതുകൊണ്ട് ഇതാണ് നമ്മുടെ പടക്കം മേടിച്ച് പൊട്ടിച്ചതിൻ്റെ ഷോട്ട്സ്. ഞങ്ങളടുത്ത് കളറൊന്നും ഇല്ലായിരിക്കും. അവിടുത്തെ ഞാനെടുത്ത വീഡിയോയിൽ ഇതൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനല്ല എടുത്തത്, ടുട്ടുവാണ് എടുത്തത്. പക്ഷേ പുള്ളി അപ്പൂൻ്റെ പുറകെ വീഡിയോ ആയിട്ട് പോയി. അന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. 2 കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ബീച്ചിൽ വന്നവർക്കൊക്കെ കൊടുത്തു. ദാസനേട്ടൻ്റെ കടയുടെ സൈഡിലാണ് ഞങ്ങളുടെ ആഘോഷം മുഴുവനും നടന്നത്.